രണ്ടാഴ്ച മുൻപ് എടുത്തതാണ്. അപ്പൊ എന്താണെന്നുള്ളത് നോക്കട്ടെ, അത് കഴിഞ്ഞ് ബാക്കി എന്താണെന്ന് നോക്കിയിട്ട് പറയാം. അത് ജഗമാ ഡോക്ടർ നമ്മൾ നോക്കട്ടെ, ആരാണ് എന്നുള്ളത് നോക്കട്ടെ. സാരമായ പരിക്കില്ല എന്നുള്ളതാണ് പറഞ്ഞത്. എന്താണെന്നുള്ളത് നോക്കിയിട്ട് പറയാം. ഇപ്പൊ പറയാം. അല്ല, അത് ഇപ്പോൾ നമ്മളത് കളക്ട് ചെയ്യുന്നേ ഉള്ളൂ. അതായത് ഈ ഭാഗം നമ്മൾ ക്ലോസ് ചെയ്തിരുന്നാണ്. ഈ ബിൽഡിംഗ് ടോട്ടലി നമ്മൾ ഇത് ഷിഫ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി തീരുമാനം എടുത്ത് നമ്മൾ നിർമ്മാണം പൂർത്തീകരിച്ച് അതിന്റെ പ്രവർത്തനങ്ങൾ ഷിഫ്റ്റിംഗ് തുടങ്ങാനായിട്ട് തീരുമാനിച്ചിട്ടുള്ളതാണ്. അപ്പൊ അവിടെ ഇത് അടച്ചിട്ടിരുന്നത് കൊണ്ട് വാസ്തവത്തിൽ മറ്റ് പ്രയാസങ്ങൾ ഉണ്ടായില്ല എന്നുള്ളതാണ്. ബാക്കി എന്താണെന്നുള്ളത് പരിശോധിച്ചിട്ട് പറയാം. ഒന്ന് പരിശോധിക്കട്ടെ. അതാണ് പരിശോധിച്ച് വരികയാണ്. എന്തായാലും ഈ കെട്ടിടം ആരോഗ്യമന്ത്രി വീണ ജോർജ് അവിടെ ഉണ്ട്. അത് ഒഴിവാക്കിയതാണ്, അത് ഉപയോഗിക്കരുതെന്ന് പറഞ്ഞ്. അതെ ഹാഷ്മി, ആരോഗ്യമന്ത്രി ഉണ്ട്. ആരോഗ്യമന്ത്രി മന്ത്രി വി എൻ വാസവനും ആരോഗ്യമന്ത്രി വീണ ജോർജും അവിടെയുണ്ട്. ആരോഗ്യമന്ത്രി സംസാരിക്കുകയായിരുന്നു. ആരോഗ്യമന്ത്രി പറഞ്ഞത് അത് തന്നെയാണ്, ഇത് അടച്ചിട്ടിരിക്കുന്ന ബിൽഡിംഗ് ആണ്, കൂടുതൽ ആളുകൾ അവിടെ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് തന്നെ നല്ല അത് ഭാഗ്യം എന്നേ പറയേണ്ടതുള്ളൂ. അത് അല്ലെന്നുണ്ടെങ്കിൽ ആൾക്കാർ അധികമായുള്ള ഒരു സ്ഥലമാണെങ്കിൽ ഈ രീതിയിൽ പൊളിഞ്ഞു വീഴുകയാണെങ്കിൽ ഓർക്കാൻ വയ്യാത്ത രീതിയിലുള്ള മഹാദുരന്തത്തിലേക്ക് അത് കലാശിച്ചേനെ. ഭാഗ്യം, മഹാഭാഗ്യം അങ്ങനെ ഉണ്ടായില്ല എന്നുള്ള കാര്യം. ടോബി, എന്തായാലും നമുക്ക് രണ്ടു പേർക്കുള്ള പരിക്ക്, അതിൽ ഒരാൾക്ക് മാത്രം കാര്യമായ എന്തെങ്കിലും എന്ന് പറഞ്ഞാലും ഗുരുതരമല്ലാത്ത പരിക്ക് എന്ന് നമുക്ക് ഏതാണ്ട് ഉറപ്പിക്കാനായോ? ടോബി, സമാധാനിക്കാനായോ? തീർച്ചയായിട്ടും അങ്ങനെ ഗുരുതരമായിട്ടുള്ള പരിക്കുകളൊന്നുമില്ല എന്ന് തന്നെയാണ് മന്ത്രിമാർ രണ്ടുപേരും പറയുന്നത്. അതൊരു ആശ്വാസം എന്ന് വേണമെങ്കിൽ നമുക്ക് പറഞ്ഞു വെക്കാം. അത്രത്തോളം വലിയൊരു പരിക്കുകളൊന്നുമില്ല. നമുക്ക് സൂപ്രണ്ടിനോടും കൂടി ഒന്ന് ചോദിക്കാം. 11-ാം വാർഡ് 14-ാം വാർഡിനോട് ചേർന്ന് തന്നെ പുതിയ ടോയ്ലറ്റ് കോംപ്ലക്സുകൾ നമ്മൾ അകത്ത് പണിയുകയും ഇത് അടച്ചിട്ടിരിക്കുകയും ചെയ്തതാണ്. മുകളിലത്തെ 10-ാം വാർഡിനോട് ചേർന്ന് മാത്രം 1-2 ടോയ്ലറ്റുകൾ ഉപയോഗിച്ചിരുന്നതാണ്. പക്ഷേ അതിൽ ഏറ്റവും മുകളിലത്തെ നിലയായതുകൊണ്ട് പ്രോബ്ലം ഇല്ല എന്നുള്ള ഇതിലാണ് ഉപയോഗിച്ചിരുന്നത്. പക്ഷേ ഇത് മൊത്തമായിട്ട് മാറ്റാനുള്ള എല്ലാ പ്രൊജക്ടുകളും, ഇത് കൺസ്ട്രക്ഷൻ ഓൾമോസ്റ്റ് തീർന്നിട്ടുണ്ട്. നമ്മൾ അധികം താമസിക്കാതെ തന്നെ മാറ്റുന്നു. ബലക്ഷ്യം അത് ബലക്ഷ്യം കണ്ടെത്തി അറിയില്ല. ഇത് നമ്മൾ അടച്ചിട്ടുണ്ടെങ്കിലും അത് എന്തെങ്കിലും ആവശ്യം തുടർന്ന് മൈനറാണ്. ഇത് ശരിക്കും നമ്മൾ കാണേണ്ടതില്ലേ? ഇതൊരു ഈ ബിൽഡിങ്ങിനോട് ഭാഗമല്ലായിരുന്നു, വേറെ പിന്നിലുള്ള കൺസ്ട്രക്ഷനാണ്. അതായത് പണ്ടൊക്കെ അങ്ങനെയല്ലേ കൺസ്ട്രക്ഷൻ, പല പല ഫണ്ടിൽ നിന്ന് പല പല നിർമ്മാണങ്ങൾ ഉണ്ടാകും. അങ്ങനെയുള്ള ഒരു നിർമ്മാണമായിരുന്നു എന്നാണ്. ഏതായാലും ഇത് അടച്ചിട്ടിരുന്നതാണ്, അതുകൊണ്ട് മറ്റ് അപകടങ്ങൾ ഉണ്ടായില്ല. നമ്മൾ ഈ ടോട്ടൽ ബിൽഡിംഗ്, അതായത് ഇത് മൊത്തത്തിൽ ഷിഫ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനം എടുത്ത് അതിന്റെ നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട്. കിഫ്ബിയിലൂടെയാണ് ആ കയറി വരുമ്പോൾ കാണുന്ന ബിൽഡിംഗ്, സർജിക്കൽ ബ്ലോക്ക്. ഹാഷ്മി, അതാ മന്ത്രിമാരും അതുപോലെ തന്നെ സൂപ്രണ്ടും എല്ലാം പറയുന്നത് ഒരേ കാര്യം തന്നെയാണ്. ഈ ബിൽഡിംഗിൽ ഇനി ചികിത്സകളൊന്നും അധികം ഉണ്ടാകില്ല. കാരണം പുതിയ ബിൽഡിംഗിലേക്ക് മാറ്റാൻ വേണ്ടിയുള്ള നടപടികൾ തുടരുകയായിരുന്നു. അതിനിടയിലാണ് ഈ ബാത്റൂം ബ്ലോക്ക്, അതായത് മന്ത്രി പറഞ്ഞ പ്രകാരമാണെങ്കിൽ പഴയ കെട്ടിടമാണ്, പഴയ ഫണ്ടുകൾ ഉപയോഗിച്ച് ഓരോരോ ഘട്ടം ഘട്ടമായി നിർമ്മിച്ച, പണ്ട് കാലത്തൊക്കെ നിർമ്മിച്ചതാണ്. അതുകൊണ്ട് ഈ കെട്ടിടങ്ങൾ തമ്മിൽ, ഈ ബാത്റൂം ബ്ലോക്കും അതുപോലെ തന്നെ തൊട്ടപ്പുറത്തെ കാണുന്ന ആ ബിൽഡിംഗും തമ്മിൽ ഡയറക്റ്റ് കണക്ഷനില്ല. കാരണം അഡീഷണലായി കൂട്ടിച്ചേർത്ത ഒരു ബാത്റൂമാണ്. അതുകൊണ്ട് തന്നെയാണ് അതിന്റെ പ്രധാന ബിൽഡിംഗ് തകർന്നു വീഴാത്ത ഒരവസ്ഥ ഉണ്ടായത്.